നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോളെ നീ പോകരുത് മോളെ. എന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷേ ഹരിത തീരുമാനിച്ചു പോയി. ഇനി അതിന്ന് പിന്മാറാൻ എന്റെ ഭർത്താവ് പറഞ്ഞാൽ പോലും ഞാൻ കേൾക്കില്ല. മോളെ പോയില്ലേ മോളെ, പോകല്ലേ മോളെ. സ്വന്തം കുടുംബത്തിന്റെ മഹത്വം അന്തസ്സും നോക്കാതെ ഒരു മര കഴുതയുടെ കൂടെ ഇറങ്ങി തിരിച്ചു. നശിച്ചൊരു പ്രേമം. ഇത് നേരത്താണവോ ഒന്നിനും കൊള്ളാത്തവനെ പ്രേമിക്കാൻ തോന്നിയത്? എങ്ങനെയാണോ ഈ നരകത്തിലേക്ക് എനിക്ക് കെട്ടിയെടുക്കാൻ തോന്നിയത്? ഹരിതേ, എന്ത് അവിവേക മോളെ നീ കാണിക്കുന്നേ? വിദ്യാഭ്യാസം തിരിച്ചറിവുള്ളവളല്ലേ നീ? ഒരു വീടാകുമ്പോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ക്ഷമയോടെ നേരിടുകയല്ലേ വേണ്ടത്. അല്ലാതെ മുന്നും പിന്നും നോക്കാതെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് പിണങ്ങി പോകുന്നത് ശരിയായ കാര്യമല്ല. നിർത്ത്. നിങ്ങളുടെ ഭർത്താവിനെ കൊണ്ട് എന്റെ ഭർത്താവിനെ തല്ലിച്ചപ്പോ ഈ ഫിലോസഫി ഒന്നും കണ്ടില്ലല്ലോ. എന്നിട്ടിപ്പോ നിങ്ങൾ ഉപദേശിക്കാൻ വന്നിരിക്കുന്നോ? നാണമില്ലേ നിങ്ങൾക്ക്? കുറെ ഉപദേശ കമ്മിറ്റിക്കാരുണ്ട്. ഒരാളെ പേപ്പെട്ടിയെ പോലെ തല്ലി ചതച്ചപ്പോ ഇവിടെ ഒന്നും ആരും കണ്ടില്ലല്ലോ. മോളെ എന്ത് ഇതൊക്കെ? എല്ലാം ഞാൻ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നിന്റെ ദേഷ്യമൊക്കെ ഒന്ന് അടങ്ങട്ടെ എന്ന് കരുതി കാത്തു നിൽക്കുകയായിരുന്നു. ഇവിടെ ഇതിനു മുൻപും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ? എല്ലാം നമ്മൾ പരിഹരിച്ചിട്ടുമില്ലേ? അതുപോലെ നമ്മൾ ഒന്നിച്ചു നിന്ന് സമാധാനത്തോടെ സംസാരിച്ച തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഇപ്പോഴത്തെ എടുത്തുചാട്ടം അത് വേണ്ട മോളെ. ഹരിതേ, ചില തെറ്റിദ്ധാരണകളും സ്വാർത്ഥതയും കൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണ് ഇതൊക്കെ. എന്തായാലും സത്യം കല്ലും നെല്ലും തെളിച്ച് പുറത്തു വരും. എല്ലാം ഒന്ന് കെട്ടടങ്ങുന്നത് വരെ നീ എങ്ങും പോവരുത്. എന്ത് കെട്ടടങ്ങാനാ? എല്ലാം കെട്ടടങ്ങിയില്ലേ? എന്റെ കുഞ്ഞിനെ കൊന്നു തള്ളിയ നിങ്ങൾക്ക് നല്ല സ്വഭാവ സർട്ടിഫിക്കറ്റ് പതിച്ചു കിട്ടിയില്ലേ? നിങ്ങളുടെ അഭിനയൊന്നും എനിക്ക് കാണണ്ട. ഹരിതേ, ഞാൻ പറയുന്നത് വേണ്ട. നിന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് ഞാനല്ല. പിന്നെ പിന്നെ ആരാ? ദേ നോക്ക്, 100 കള്ളങ്ങൾ കെട്ടിച്ചമച്ചാലും അത് സത്യമാവില്ല. നിങ്ങൾ പുതിയ കഥകളുടെ മേച്ചൽപ്പുറം തേടി പോവാ. ആരെന്ത് പറഞ്ഞാലും എന്ത് സത്യം നിരത്താൻ നോക്കിയാലും എനിക്കറിയാം. എന്റെ വയറ്റിൽ കിടന്ന കുഞ്ഞിനെ ഇല്ലാതാക്കിയത് നീ ഒറ്റ ഒരുത്തിയാണെന്ന്. പ്രസവിച്ച് എന്റെ കുഞ്ഞ് ഭൂമിയിലേക്ക് വരുന്നതിന് മുന്നേ വയറ്റിൽ വെച്ച് ഇല്ലാതാക്കിയ ദുഷ്ട. ലോകത്ത് ഒരു സ്ത്രീക്കും നിന്നെ പോലൊരു ദുഷിച്ച മനസ്സുണ്ടാവില്ല. ഞാനിവിടുന്ന് ഒഴിഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ആശ്വാസമാണെന്ന് എനിക്കറിയാം. നിങ്ങൾ സുഖിച്ചോ? സുഖിച്ചങ്ങ് ജീവിച്ചോ? എനിക്ക് ഒരർത്ഥത്തില് ഈ ജയിലിൽ നിന്ന് മോചനം കിട്ടുക. അത്രയ്ക്ക് നരകിച്ചിട്ടുണ്ട് ഞാൻ ഈ വീട്ടില്. ഹരിതേ, ആവശ്യമില്ലാത്തതൊന്നും വിളിച്ചു പറയരുത്. പറഞ്ഞ മൂച്ചല് തിരിച്ചെടുക്കാൻ പറ്റില്ല. വലിയ പണവും പത്രാസൊന്നും ഇല്ലെങ്കിലും ഞാൻ ഈ വീട്ടിൽ വന്നു കയറി മരുമോളാം. എനിക്ക് ഈ വീട് സ്വർഗമാ, സ്വർഗം. സുചിത്രേ, വേണ്ട. അല്ലമ്മേ, ദൈവത്തിന് നിരക്കാത്തത് കേട്ടു നിൽക്കാൻ പറ്റുന്നില്ല. അത് തിന്നാനും കുടിക്കാനും ഇല്ലാതെ പട്ടിണി കിടന്നവർക്ക് 3 നേരം വാരി വലിച്ച് തിന്നാൻ കിട്ടിയ
ഏത് നരകവും സ്വർഗമാവും. ഹരിത പട്ടിണി കിടന്ന് വളർന്നവളല്ല, അന്തസ്സുള്ള കുടുംബത്തിൽ പിറന്നവളാ. എന്റെ അച്ഛൻ കരുണാകരക്കുറുപ്പ് നല്ല വസ്ത്രങ്ങളും ആഹാരവും തന്ന മക്കളെ വളർത്തിയത്. അല്ലാതെ ചേച്ചിയുടെ അമ്മയെ പോലെ കണ്ടവന്റെ അടുക്കള നിറങ്ങി പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന പണം കൊണ്ടല്ല എന്നെ വളർത്തിയത്. അതെ ഹരിതേ, എന്റെ അമ്മ കണ്ടവരുടെ അടുക്കളയില് എല്ലുമുറിയ പണിയെടുത്ത് എന്നെ വളർത്തിയത്. അല്ലാതെ ഒരുത്തന്റെ മുന്നിൽ കൈ നീട്ടാനോ പിടിച്ചു പറിക്കാനോ വന്നിട്ടില്ല. അതിന്റെ ആവശ്യമില്ല. പിന്നെ ഞങ്ങള് പാവങ്ങളാ, സമ്മതിച്ചു. എന്റെ അമ്മ പാത്രം കഴുകി മുറ്റം തൂത്തും ഉണ്ടാക്കുന്ന പണത്തിന് വിയർപ്പിന്റെ വിലയുണ്ടടി. അല്ലാതെ നിന്റെ അച്ഛനെ പോലെ കള്ളക്കടത്തുകാരന്റെയും രാഷ്ട്രീയക്കാരന്റെയും പോക്കറ്റില് കൈയിട്ട് വാരിയിട്ടല്ല മക്കളെ വളർത്തിയത്. ഒന്ന് നിർത്തുന്നുണ്ടോ? നിർത്താമേ. ഇവൾ എന്റെ അമ്മയെ പറഞ്ഞപ്പോ എവിടെ പോയി അമ്മയുടെ ഈ രോഷം? അല്ലെങ്കിലും ഞാൻ പാവപ്പെട്ട വീട്ടിലെ പെണ്ണാണല്ലോ. ശകാരിക്കാനും തല്ലാനും കൊല്ലാനും വന്നാലും ആരും ചോദിക്കാൻ വരില്ലല്ലോ. സുചിത്രേ, എനിക്കാരുമില്ലല്ലോ മോളെ. ആകെയുള്ള ഭർത്താവാണെങ്കിൽ കേട്ടാ കേൾക്കാത്ത പോലെ നിൽക്കും. മോളെ നീ മതി. സ്നേഹവും സ്നേഹപ്രകടനവും ഒക്കെ എല്ലാം ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയ ശേഷം ആയിക്കോ. മോളെ നീ പോകരുത് മോളെ. എന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷേ ഹരിത തീരുമാനിച്ചു പോയി. ഇനി അതിന്ന് പിന്മാറാൻ എന്റെ ഭർത്താവ് പറഞ്ഞാൽ പോലും ഞാൻ കേൾക്കില്ല. മാറങ്ങോട്ടെ. മോളെ പോയില്ലേ മോളെ? പോകല്ലേ മോളെ? ഹരിതേ നിക്ക്, ഞാൻ പറയട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.